എന്നെപ്പോലെ ബേക്കിംഗ് എനിക്ക് ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് ബേക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ബേക്ക് ചെയ്യാനുള്ള ഈ ധൈര്യം എനിക്ക് കിട്ടിയത് ചിക്കൂസ് ഡൈൻ എന്ന് പറയുന്ന ചാനലിൽ രശ്മി കേക്ക് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ്. 3-4 ടൈപ്പ് കേക്കുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ചോക്ലേറ്റ് കേക്ക് നല്ല സൂപ്പറായിരുന്നു. 3-4 മാസമായിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് റെഡി ആയിരിക്കുമായിരുന്നു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ അതിപ്പോഴാണ് നടന്നത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു, ഇത് ഫ്ലോപ്പായല്ലോ ദൈവമേ, ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് ഹാർഡായി പോയോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ അതിനെ ഉപേക്ഷിച്ചിട്ടു. ഇനിയിപ്പം എടുത്തിട്ട് കാര്യമില്ല, പോയി എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം അടുത്ത കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ദിവസം ഇതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു, മധുരവും എല്ലാം പെർഫെക്റ്റ്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇനി കാണിക്കുന്നത്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാനൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇത് കുറവാണോ, കുറച്ചും കൂടെ കളർ വരണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുമാതിരി ഒന്ന് ഡാർക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഡൗട്ട് കാരണം ഓഫ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചു. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ കളറാകാമായിരുന്നു. ഒന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ ഇവിടെയാണ് കാണിച്ചത്. ഈ ഒരു സമയത്ത് ധൃതി പിടിക്കാതെ സാവധാനം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഈ ഒരു കേക്കിന് എനിക്ക് ആകെ തോന്നിയത് കുറച്ച് കളറ് കുറവായിരുന്നു എന്ന് തോന്നി. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ ടെക്സ്ചറും മധുരവും എല്ലാം പെർഫെക്റ്റ്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വയ്ക്കാം. ഈ ഒരു ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിക്കുമ്പോൾ ചൂടായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് അടിക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാത്തവർ ഓയിൽ എടുത്താലും മതി. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം. ഗ്രാമ്പുവിൻ്റെ തരിയൊന്നും കളയണ്ട, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഒരു ബൗളിലേക്ക് നമ്മുടെ എഗ്ഗ് അടിച്ചതിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഷുഗർ ക്യാരമൽ ചേർക്കാം. ഇത് തണുത്തപ്പം നല്ല ഡ്രൈ ആയിട്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തന്നതിന് രശ്മിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഈ ഒരു ചാനൽ കണ്ട ആരും താനെ ബേക്ക് ചെയ്തു പോകും. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 4 മാസത്തോളം ഇത് ഞാൻ റമ്മിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് സിസ്റ്റം ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. പംകിൻ സീഡ്സും കാഷ്യൂനട്ടും കൂടെയാണ് ചേർക്കുന്നത്. കാഷ്യൂനട്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പംകിൻ സീഡ്സ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചപ്പോൾ അത് കടിക്കാൻ കിട്ടും നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യാം. 2-3 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. സാവധാനം വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? ഞാൻ പല സാധനങ്ങളും എടുത്ത് വെക്കും ഇത് ചേർക്കാനായിട്ട്, പക്ഷേ ഞാൻ മറന്നു പോകും. എന്നിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് പുറത്തെടുത്തിട്ട് വീണ്ടും അത് ചേർക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ കേക്ക് ടിന്നൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്പം ബട്ടറൊക്കെ തേച്ച്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ചൂടായി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും അത് തുറന്നിട്ട് അത് ഇട്ട് കൊടുത്തു. ടോട്ടൽ എനിക്കൊരു 50 മിനിറ്റ്സാണ് എടുത്തത് ഇത് റെഡിയായി കിട്ടാനായിട്ട്. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാനിതിൽ ഒന്ന് കുത്തി നോക്കുന്നുണ്ടായിരുന്നു, വെന്തിട്ടുണ്ടോ, കരിഞ്ഞു പോകുമോ എന്ന് പേടിച്ച്. പക്ഷേ 50 മിനിറ്റ്സ് കംപ്ലീറ്റ് വേണ്ടിയിരുന്നില്ല. ഒരു 45 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയായേനെ. അതുകൊണ്ടാണ് ആദ്യം ആ ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ കേക്ക് ഇരിക്കും തോറുമാണ് ഇതിന് ടേസ്റ്റും ഇത് സോഫ്റ്റായിട്ട് വരുന്നത്. എടുത്ത് തിരിച്ച് നോക്കിയപ്പം എനിക്ക് തോന്നി, അയ്യോ ഇത് കരിഞ്ഞു പോയോ എന്നൊരു സംശയം.
പക്ഷേ അത് കരിഞ്ഞതായിരുന്നില്ല. ഒരു സൈഡിലൊരു ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഉണ്ട്. അതിന് കയ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ മധുരമാണേലും പെർഫെക്റ്റാണ്. ഓവറായിട്ടുള്ള മധുരമില്ല. ഈ ഒരളവിൽ എടുത്തു കഴിഞ്ഞാൽ മധുരം കറക്റ്റായിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷുഗർ കുറച്ചാണ് ചേർത്തത്. പക്ഷേ കറക്റ്റാണ് മധുരം. ക്രിസ്മസിന് എപ്പോഴും പ്ലം കേക്ക് കഴിച്ചാലേ ആ ക്രിസ്മസിൻ്റെ ഫീല് വരാറുള്ളൂ അല്ലേ. ഒരു പ്രാവശ്യം ഈ കേക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ, പിന്നെ പുറത്ത് പോയിട്ട് ആരും പ്ലം കേക്ക് മേടിക്കില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എന്നെപ്പോലെ മടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്